10+2 പരീക്ഷകളെ പേടിയോടെയല്ല, മറിച്ച് പുഞ്ചിരിയോടെ നേരിടാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ KCB അവതരിപ്പിക്കുന്ന ഒരുങ്ങാം പരീക്ഷയ്ക്കായി എന്ന പരിപാടിയിൽ പഠനത്തിൽ ഏകാഗ്രത നിലനിർത്താനുള്ള വഴികൾ പറഞ്ഞു തരാനും മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാനുമായി പ്രശസ്ത കൗൺസിലറും മൂവാറ്റുപുഴ വിമല ജ്യോതി ഡെവലപ്മെൻറ്റ് സെൻറ്റർ എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ മാത്യു ഊട്ടുകളത്തിലാണ് നമ്മോട് സംസാരിക്കുന്നത്. ഇന്ന് നമുക്ക് വിദ്യാർത്ഥികളുടെ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് മാതാപിതാക്കളുടെ ഒരു റോളും പരസ്പരമുള്ള ഒരു സപ്പോർട്ടോടുകൂടി എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാമെന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു അനുഭവം ഞാൻ പങ്കുവയ്ക്കുകയാണ്. ഏതാനും നാളുകൾക്ക് മുമ്പ് കായംകുളം പ്രദേശത്തു നിന്ന് അവിടുത്തെ സ്കൂളിലെ ഒരു പ്രിൻസിപ്പൽ എന്നെ വളരെ കാര്യമായിട്ടൊരു ഇൻവിറ്റേഷൻ തന്ന് എന്നെ അവിടേക്ക് കൗൺസിലിങ്ങിനായിട്ട് കരിയർ ഗൈഡൻസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാമിനായിട്ട് ഇൻവൈറ്റ് ചെയ്തു. അപ്പം ഞാൻ അവിടെ ചെന്നപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഏതാനും കേസുകൾ സ്റ്റുഡൻസിനെ അറ്റൻഡ് ചെയ്യണം എന്നുള്ളത് ആവശ്യമായിരുന്നു. അതിലൊരു കേസ് ഞാൻ അറ്റൻഡ് ചെയ്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് റെഗുലറായിട്ട് സ്കൂളിൽ പോലും പോരാനായിട്ട് പറ്റുന്നില്ല. ആ വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ഇവർ വളരെ എൻകറേജ് ചെയ്യാനായിട്ടും വളരെ സപ്പോർട്ട് ചെയ്യാനായിട്ടും ഒക്കെ സ്കൂളിൽ നിന്ന് പരിശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവരുടെ ആ കുടുംബത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടോ എന്തുകൊണ്ടാണ് ഈ കുട്ടിക്ക് ഇങ്ങനെയുള്ള ഒരു അവസ്ഥകൾ റെഗുലറായിട്ട് പഠിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ വരാനായിട്ട് എത്തിച്ചേരാൻ പറ്റുന്നില്ല, സ്കൂളിൽ പോലും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതിൻ്റെയൊക്കെ ഒരു പ്രശ്നങ്ങളെക്കുറിച്ചൊന്നും ഈ അധ്യാപകർക്കൊന്നും കണ്ടെത്താനായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും കണ്ടെത്താൻ പറ്റിയില്ല. എന്നാൽ ഞാൻ കാര്യമായിട്ട് ഈ വിഷയത്തെക്കുറിച്ച് പേരൻസിൽ ഒരു പേരൻറ്റിൽ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മയുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മയ്ക്ക് തന്നെ മാനസികമായ ഒത്തിരിയേറെ ഡിസ്റ്റർബൻസ് ഉണ്ട്. കാരണം ഭർത്താവ് ഗൾഫിലാണ് വർക്ക് ചെയ്യുന്നത്, അത്യാവശ്യം വല്ലപ്പോഴൊക്കെ ഫോൺ ചെയ്യുന്നുണ്ട്. സാമ്പത്തിക സ്ഥിതി ഇവർക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ആ ഒരു അപ്പച്ചൻ്റെ ആ ഒരു സപ്പോർട്ടോടുകൂടി തന്നെയാണ് കുടുംബം മുന്നോട്ട് പോവുക. സാമ്പത്തിക സ്ഥിതിയെല്ലാം അപ്പൻ്റെ ഒരു അധ്വാനത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുക. എന്നാൽ ഇവിടെ ഈ സാമ്പത്തിക സ്ഥിതിയുടെ ഒരു സപ്പോർട്ട് മാത്രമല്ല, അവർ തമ്മിലുള്ള മാതാപിതാക്കളെന്നുള്ള നിലയിലുള്ള പരസ്പരമുള്ളൊരു സ്നേഹബന്ധത്തിൽ കുറേ ഡിസ്റ്റർബൻസ് ഉണ്ട്. അത് ഒരുപക്ഷേ ആ അമ്മയ്ക്ക് വളരെ സംശയ മനസ്ഥിതിയോടുകൂടി കാണുന്നതായ ഒരു മാനസികാവസ്ഥ പോലും ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. കാരണം അപ്പന് വളരെ ചുരുക്കം ദിവസങ്ങൾ മാത്രമേ വിളിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ അത്രമാത്രം സ്നേഹത്തോടുകൂടി സംസാരിക്കുന്നില്ല. നേരത്തെ ഉണ്ടായിരുന്ന ഒരു സ്നേഹബന്ധവും ഐക്യത്തോടും കൂടിയുള്ള ഒരു ഫോൺ വിളിയൊന്നും കേൾക്കുന്നില്ല. ഇനി എന്നാണ് വരിക എന്ന് ചോദിക്കുമ്പോഴും എല്ലാ വർഷവും ഏതെങ്കിലുമൊക്കെ സമയത്ത് വരാം എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു സംസാര രീതിയല്ലാതെ ഇന്ന സമയത്ത് വരും, അല്ലെങ്കിൽ നിനക്ക് എന്ത് കൊണ്ടുവരണമെന്നൊക്കെ ആദ്യ കാലഘട്ടത്തിൽ ചോദിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഏതാനും വർഷമായപ്പോൾ അങ്ങനെ ഒരു ചോദ്യം തന്നെ ഇല്ലാതായി. അപ്പോൾ അതിനാൽ തന്നെ ഈ അമ്മയ്ക്ക് വളരെ ഡിസ്റ്റർബൻസ് ഉണ്ട്. ഭർത്താവ് തന്നെ വിട്ടു പോകുമോ, അല്ലെങ്കിൽ ഈ കുഞ്ഞിൻ്റെ കാര്യം എങ്ങനെ നോക്കും, മുന്നോട്ട് പോവുമോ, എങ്ങനെ മുന്നോട്ട് പഠിപ്പിക്കാനായിട്ട് പറ്റും എന്നുള്ളതിനെക്കുറിച്ചൊക്കെ വല്ലാതെ ഒരു ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലൂടെ ഈ അമ്മ കടന്നു പോവുകയാണ്. അതിൻ്റേതായ ഒരു മാനസികാവസ്ഥയോടുകൂടിയുള്ള ഒരു അവസ്ഥയിൽ ഈ കുഞ്ഞിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അമ്മയ്ക്ക് പലപ്പോഴും പറ്റുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റേതായ ഡിസ്റ്റർബൻസ് കുഞ്ഞിനും വളരെ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. കുഞ്ഞിനെ പലപ്പോഴും വഴക്ക് പറയുന്നു. അകാരണമായിട്ടുള്ള ശിക്ഷണങ്ങളും അല്ലെങ്കിൽ അങ്ങനെയുള്ളതായിട്ടുള്ള പല കാരണങ്ങൾ കൊണ്ട് ഈ കുഞ്ഞിന് വളരെ ഡിസ്റ്റർബൻസാണ്. അമ്മയോടുള്ള ഒരു സ്നേഹമെന്ന് കീപ്പപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചാലും പറ്റുന്നില്ല. ഇനി അപ്പൻ്റെ ഫോൺ കോൾ വളരെ ചുരുക്കമായിട്ട് മാത്രമേ കിട്ടുന്നുള്ളൂ. അങ്ങനെ അപ്പൻ്റെ ഭാഗത്തുനിന്നോ അമ്മയുടെ ഭാഗത്തുനിന്നോ വേണ്ടത്ര ഒരു എൻകറേജ്മെൻറ്റ് തന്നെ കുറഞ്ഞു പോകുന്നു. അപ്പോൾ അതിനാൽ തന്നെ റെഗുലറായിട്ട് വന്ന് സ്കൂളിൽ വന്ന് പഠിക്കണമെന്നോ, അല്ലെങ്കിൽ അതിനനുസരിച്ച് നന്നായിട്ട് പഠിച്ച് നല്ലൊരു വിജയം കരസ്ഥമാക്കണമെന്നോ പോലും ഈ കുട്ടിയെ സംബന്ധിച്ച് ഒരു ചിന്ത പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നു. ഇങ്ങനെയുള്ളതായിട്ടുള്ള അവസ്ഥയിൽ ഈ മാർക്ക് കുറഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് പല നെഗറ്റീവ് കമൻസുകളും ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ അമ്മയ്ക്ക് വീണ്ടും ഡിസ്റ്റർബൻസായി, അസ്വസ്ഥകളായി, വഴക്ക് പറയുന്നു, വീണ്ടും നെഗറ്റീവ് ആറ്റിറ്റ്യൂഡായി കുഞ്ഞിനെക്കുറിച്ച്. അപ്പം ഇതെല്ലാ തരത്തിലും ഈ കുഞ്ഞിനെ സംബന്ധിച്ച് വളരെ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. എക്സാമിനേഷൻ അടുത്ത് വരുന്നുണ്ട്, എന്നാൽ അമ്മയുടെ ഭാഗത്തുനിന്നോ അച്ഛൻ്റെ ഭാഗത്തുനിന്നോ വേണ്ടത്ര ഒരു എൻകറേജ്മെൻറ്റ് കിട്ടാത്തതിൻ്റെ പേരിൽ അവർ പരസ്പരമുള്ള ഒരു കോർഡിയൽ റിലേഷൻഷിപ്പ് നന്നായിട്ട് കീപ്പപ്പ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ പേരിലുള്ള ഒരു വിഷമം, അത് വളരെ വളരെ ആഴപ്പെട്ട ഒരു മുറിവ് പോലെ
ആ കുഞ്ഞിനെ സംബന്ധിച്ച് സ്വാധീനിക്കുന്നുണ്ട്. ആ കുഞ്ഞിനെ ഒരു സ്നേഹബന്ധത്തോടു കൂടിയുള്ള അല്ലെങ്കിൽ ഒരു എൻകറേജ്മെൻറ്റ്, വേണ്ടത്ര രീതിയിലുള്ള ഒരു എൻകറേജ്മെൻറ്റ് കിട്ടാത്തതിൻ്റെ ഒരു മേഖലയിലുള്ള വലിയൊരു പ്രതിസന്ധി എനിക്ക് അനുഭവപ്പെടാൻ തുടങ്ങി. അപ്പോൾ അത് മനസ്സിലായി. അപ്പോൾ അതിനാൽ തന്നെ ഞാൻ അമ്മയുമായിട്ട് സംസാരിച്ചു എന്ന് മാത്രമല്ല, ഞാൻ ഫോണിൽ കൂടെ അദ്ദേഹത്തെ, ഗൾഫിലുള്ള അദ്ദേഹവുമായിട്ട്, ചേട്ടനുമായിട്ട് സംസാരിക്കാനായിട്ട് ഇടവന്നു. എന്തായാലും ഈ ഒരു പ്രതിസന്ധിയിൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഒരേ മനസ്സോടുകൂടി ഒരേ ഹൃദയത്തോടുകൂടി ഈ കുഞ്ഞിനെ എൻകറേജ് ചെയ്യണമെന്നും, അതുപോലെ തന്നെ കുഞ്ഞിന് ഏതെങ്കിലും വിഷമമുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും മനസ്സ് തുറന്ന് അമ്മയോടോ അച്ഛനോടോ പറഞ്ഞ് ഏറ്റവും നല്ലൊരു സ്നേഹബന്ധത്തോടുകൂടി ഒരേ ഹൃദയത്തോടുകൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകണം. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ മോനെ സംബന്ധിച്ച് നന്നായിട്ട് പഠിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുവാനും, അങ്ങനെ ആ കുഞ്ഞിന് അതൊരു മനസ്സ് തുറന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് ഇടവന്നപ്പോൾ തന്നെ മനസ്സ് ഫ്രീ ആയി, അമ്മയ്ക്ക് കാര്യങ്ങൾ മനസ്സിലായി, അച്ഛന് കാര്യങ്ങൾ ബോധ്യമായി. അപ്പോൾ അതുകൊണ്ട് ഒരേ ഹൃദയത്തോടുകൂടി ഉള്ള ഒരേ ലക്ഷ്യത്തിലേക്ക് വരാനായിട്ട് പരിശ്രമിക്കുമ്പോൾ, ആ കുഞ്ഞിന് വേണ്ടത്ര എൻകറേജ്മെൻറ്റ് കൊടുക്കുമ്പോൾ ആ കുഞ്ഞിന് പഠിക്കാനായിട്ട് പറ്റും എന്നുള്ളത് മനസ്സിലായി. പിന്നീട് ഞാൻ ആ സ്കൂൾ പ്രിൻസിപ്പളുമായിട്ട് സംസാരിച്ചപ്പോൾ പിന്നീട് ഏതാനും ദിവസത്തിന് ശേഷവും ഞാൻ നല്ലൊരു റിസൾട്ടിനെ കുറിച്ചാണ് അറിയാനായിട്ട് ഇടവന്നത്. അപ്പോൾ അതിനാൽ തന്നെയും ഈ സ്കൂളിലെ പരീക്ഷയുടെ കാലഘട്ടത്തിൽ പരസ്പരമുള്ള ഐക്യവും സ്നേഹവും ഒരു കോഡിൽ റിലേഷൻഷിപ്പ്, അത് എല്ലാവരും പരസ്പരം അപ്പനും മക്കളുമായിട്ടും അതുപോലെ തന്നെ മക്കളുടെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും പേരൻസുമായിട്ടുള്ള ഒരു സഹോദരങ്ങളുമായിട്ടൊക്കെയുള്ള ഒരു സ്നേഹബന്ധം അത് നന്നായിട്ട് കീപ്പപ്പ് ചെയ്ത് നല്ലൊരു സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടി എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകുക, അതിനുള്ളൊരു സാഹചര്യം എല്ലാ കുടുംബത്തിലും ഒരുക്കപ്പെടുക എന്നുള്ളത് നമുക്ക് ആവശ്യമാണ്. എല്ലാവിധ ആശംസകളും നേരുന്നു.